കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ബേസിക് മാത്സിൽ, അതായത് സയൻസിൽ സൈനുകൾ വരുമ്പോൾ പ്ലസ് മൈനസ് ഒക്കെ സൈൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു പ്രശ്നം വരുന്നത്. സോ ആഡ് ചെയ്യണോ, സബ്ട്രാക്ട് ചെയ്യണോ, അഥവാ മൾട്ടിപ്ലൈ ചെയ്യണോ, അല്ലെങ്കിൽ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഇതിലൊക്കെ കൺഫ്യൂഷൻ വരുന്ന പലരും ഉണ്ട്. സോ ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫിസിക്സിലും കെമിസ്ട്രിയിലും അതുപോലെ മാത്സിലും പ്രോബ്ലംസ് ചെയ്യാൻ കുട്ടികൾക്ക് ഭയങ്കര പാടായിട്ട് വരും. സോ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൈനുകൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സൈൻ വരുമ്പം എങ്ങനെ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത് അറിയാം അല്ലെങ്കിൽ മറന്നു പോയതുകൊണ്ടായിരിക്കും. സോ ഇത് സ്വാഭാവികമാണ്, പല കുട്ടികളിലും കാണുന്നതാണ്. എത്ര പഠിച്ചാലും പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇങ്ങനെ വന്നാൽ ആഡ് ചെയ്യണോ, ഇങ്ങനെ വന്നാൽ സബ്ട്രാക്ട് ചെയ്യണോ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ പല ഇത് വരും. സോ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ചില കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടുന്ന ആൻസർ ഒക്കെ ആയിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഒരു ഡൗട്ട്, ഇനി ഇത് ആഡ് ചെയ്യാണോ ഇത് സബ്ട്രാക്ട് ചെയ്യണോ, അങ്ങനെ നിങ്ങൾക്ക് പലർക്കും മാർക്ക് കുറയുന്നവരും ഉണ്ടാവും. സോ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു സീരീസ് തുടങ്ങുന്നുണ്ട്, ബേസിക് മാത്സിൻ്റെ ഒരു സീരീസ്. അതായത് എങ്ങനെ സൈനുകളൊക്കെ വരുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യണം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യണം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, എങ്ങനെ ഡിവൈഡ് ചെയ്യണം, പിന്നെ എങ്ങനെ പെർസെൻറ്റേജുകൾ കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം, അതുപോലെ പവേഴ്സ് വരുമ്പം എന്ത് ചെയ്യണം, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഉള്ളവരായിരിക്കും. സോ ഈ കൺഫ്യൂഷൻസ് ഒക്കെ നമ്മുടെ ഈ സീരീസിൽ നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ ഈ അതായത് സൈനുകൾ വരുമ്പോൾ കൺഫ്യൂഷൻസ് വരുന്നത് സ്വാഭാവികമാണ്. സോ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. കുറേ പേർക്ക് പിന്നെയും മനസ്സിലായിണ്ടാവും, എന്നാലും ചെറിയ കൺഫ്യൂഷൻസ് ഉള്ളവരുണ്ടാകും. സോ നമ്മുടെ സീരീസ് കാണുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.